BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വ്യക്തമായ കാരണങ്ങളില്ലാതെ പാതയോരങ്ങളിലെ മരങ്ങൾ മുറിക്കരുതെന്ന് ഹൈക്കോടതി. വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സമാകുന്നുവെന്നത് മരം മുറിക്കാനുള്ള കാരണമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പാലക്കാട് പട്ടാമ്പി റോഡിലെ മരം മുറിക്കാൻ ഉത്തരവിട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേസമയം ജില്ലാ കളക്ടർ മാത്രം വിചാരിച്ചാൽ കൊച്ചിയിലെ വെള്ളക്കെട്ട് മാറില്ലെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എറണാകുളം ജില്ലയിലെ വെള്ളക്കെട്ടിന് കാരണമായ ഹോട്ട്സ്പോട്ടുകളായ കാനകൾ ശുചീകരിച്ചെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെ വിദഗ്ധ സമിതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മുല്ലശ്ശേരി കനാലിലെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നും നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കാൻ ജനങ്ങളുടെ സഹായം കൂടി വേണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി എല്ലാ കളക്ടറും കോർപ്പറേഷൻ സെക്രട്ടറിയും അമിക്കസ് ക്യൂറിയും നിരീക്ഷിച്ചെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇവരുടെ ഇടപെടലിനെയും ഹൈക്കോടതി അഭിനന്ദിച്ചു. നഗരസഭയുടെ മേൽനോട്ടമില്ലാതെ പൊതുമരാമത്ത് വകുപ്പും കൊച്ചി മെട്രോയും നടത്തുന്ന ശാസ്ത്രീയമായ നടപ്പാത നിർമ്മാണമെന്നാണ് ആലുവ നഗരത്തെ വെള്ളക്കെട്ടിലാക്കിയതെന്ന വാർത്ത നേരത്തെ പുറത്തുവന്നിരുന്നു. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയതോടെ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 1 മണിക്കൂറോളം പെയ്ത മഴയിൽ ആലുവ റെയിൽവേ സ്റ്റേഷൻ, KSRTC പരിസരം, ബാങ്ക് കവല, മാർക്കറ്റ് റോഡ്, സിവിൽ സ്റ്റേഷൻ റോഡ്, കുന്നുപുറം റോഡ്, അൻവർ ആശുപത്രി റോഡ്, ശ്രീകൃഷ്ണ ക്ഷേത്രം റോഡ്, മാർക്കറ്റ് മേൽപ്പാലം, അണ്ടർ പാസേജ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. കൊച്ചി തുറമുഖ നഗരിയെയും കൊച്ചി പൈതൃക നഗരിയെയും ബന്ധിപ്പിക്കുന്ന പുരാതന പാലമായ കൊച്ചി ഹാർബർ പാലം 80ന്റെ നിറവിൽ. തുറമുഖ ശില്പിയായ സർ റോബർട്ട് ബ്രിസ്റ്റോ പാശ്ചാത്യ വൈദഗ്ധ്യ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ഹാർബർ പാലത്തിന് സവിശേഷതകൾ ഏറെയാണ്. 1940 നിർമ്മാണം പൂർത്തിയാക്കി 1943 ഏപ്രിൽ 13 കമ്മീഷൻ ചെയ്ത ഹാർബർ പാലം 55 വർഷം ദേശീയപാതയുടെ ഭാഗമായിരുന്നു. കൊച്ചി കായലിന് കുറുകെ പാലം എത്തുന്നതോടെ തിരുവിതാംകൂറിലേക്കുള്ള ചരക്ക് കപ്പൽ നീക്കത്തിന് തടസ്സമുണ്ടാകുമെന്നതായതോടെ പാലത്തിന്റെ മധ്യഭാഗത്ത് ഇരുമ്പ് തണ്ടുകൾ, പലകകൾ കൊണ്ട് ലിഫ്റ്റ് സൃഷ്ടിച്ച് കപ്പൽ കടന്നുപോകാൻ സൗകര്യമൊരുക്കിയ സാങ്കേതിക വിദ്യ എന്നും ഹാർബർ പാലത്തിന്റെ മാത്രം സവിശേഷതയാണ്. 1968 വരെ ചെറുകപ്പൽ യാത്രകൾക്കായി ഈ ലിഫ്റ്റ് പ്രവർത്തിച്ചിരുന്നതായും പഴമക്കാർ പറയുന്നു. 1 കിലോമീറ്റർ നീളമുള്ള പാലം 16 സ്പാനുകളായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. പാലത്തിന്റെ മുകൾ തട്ടുകൾ സ്പാനുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് സ്പ്രിംഗ് സംവിധാനത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഈ സാങ്കേതിക വിദ്യ പ്രയോഗിച്ചത് ഹാർബർ പാലത്തിലാണ്. ഇതിലൂടെ 75 ടൺ ഭാരമുള്ള വാഹനങ്ങൾ സഞ്ചരിച്ചാലും പാലത്തിന് ബലക്ഷയമുണ്ടാകില്ലെന്നാണ് പറയുന്നത്. തുറമുഖ നഗരിയിലെത്തുന്ന നാവികസേനയ്ക്കുള്ള ആയുധ വാഹന യാത്രയ്ക്ക് സൗകര്യമൊരുക്കുന്നതിനായിരുന്നു ഇതെന്നാണ് പഴമക്കാർ പറയുന്നത്. കനത്ത മഴയിൽ കാന കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ദന്താശുപത്രിയും മസ്ജിദും വെള്ളക്കെട്ടിലായി. കാനയിലെ വെള്ളമൊഴുക്കിന്റെ തടസ്സം നീക്കാൻ കൊച്ചി മെട്രോ നടപ്പാത പൊളിച്ച് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഇന്ന് വെള്ളക്കെട്ട് മുഴുവനായി ഒഴിവാക്കാനാകുമെന്നാണ് കരുതുന്നത്. ആലുവ ബ്രിഡ്ജ് റോഡിൽ നിന്ന് മഴുവഞ്ചേരി ദന്താശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ഇന്നലെ രാവിലെ പെയ്ത മഴയിൽ വെള്ളക്കെട്ടിലായത്. ഇതിനാൽ ആശുപത്രിയിലേക്ക് വരുന്ന രോഗികളും പള്ളിയിലേക്ക് എത്തുന്നവരും ഏറെ കഷ്ടപ്പെട്ടു. തുടർന്നാണ് ഉച്ചയോടെ നടപ്പാതയുടെ 1.5 മീറ്റർ ഭാഗം പൊളിക്കാൻ തീരുമാനമായത്. JCBയുടെ സഹായം ഉപയോഗിച്ചെങ്കിലും കാനയുടെ മുകളിലുണ്ടായിരുന്ന പെട്ടിക്കട തടസ്സമായി. കടയുടെ പിന്നിൽ വന്ന് നിൽക്കുന്ന കാനയിലെ മാലിന്യം മാറ്റിയെങ്കിലും ഒഴുക്ക് കൈവരിക്കാനായില്ല. ഇന്ന് കടയുടെ അടിയിലൂടെ കാനയും പ്രധാന കാനയും തമ്മിൽ ബന്ധിപ്പിക്കാനാകുമെന്നാണ് ശ്രമം. ഇതിലൂടെ കെട്ടിക്കിടക്കുന്ന മാലിന്യവും മഴവെള്ളവും പ്രധാന കാനയിലേക്ക് ഒഴുക്കിവിടാനാകുമെന്നാണ് കരുതുന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011172 ബന്ധപ്പെടാവുന്നതാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വിജയമെന്ന VN വാസവൻ താൽപര്യപത്രം സമർപ്പിച്ച കമ്പനി പ്രതിനിധികളുമായി മാരിടൈം ബോർഡ് അധികൃതരാണ് ചർച്ച നടത്തിയത്. കേരളത്തിനും ഗൾഫിനുമിടയിൽ കുറഞ്ഞ ചെലവിൽ കപ്പൽ സർവീസ് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികളുടെ എക്കാലത്തെയും പ്രധാന ആവശ്യമാണ് സീസൺ കാലത്തെ ഗൾഫിനും കേരളത്തിനുമിടയിലുള്ള ചെലവേറിയ വിമാനയാത്രയ്ക്ക് ബദൽ സംവിധാനം ഒരുക്കുക എന്നുള്ളത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് ഒരു കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിന് സർക്കാരിന്റെ പരിഗണനയിലുണ്ടായിരുന്നു. ഇതിനായി സർക്കാരിന് കീഴിലുള്ള കേരള മാരിടൈം ബോർഡ് താൽപര്യപത്രം ക്ഷണിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മാർച്ച് 27 കൊച്ചിയിൽ വെച്ച് ഷിപ്പിംഗ് മേഖലയിലെ വിവിധ കമ്പനികളും കൊച്ചിൻ പോർട്ട് അതോറിറ്റി, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ടൂറിസം വകുപ്പ്, നോർക്ക ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. കപ്പൽ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് 4 കമ്പനികളാണ് താൽപര്യപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കേരളത്തിനും ഗൾഫിനുമിടയിൽ കപ്പൽ സർവീസ് കുറഞ്ഞ ചെലവിൽ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്.
കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെടിയുണ്ടയുമായി യാത്രക്കാരൻ പിടിയിൽ. മഹാരാഷ്ട്ര സ്വദേശി യാഷർ സിംഗ് ആണ് പിടിയിലായത്. ഇൻഡിഗോ വിമാനത്തിൽ പൂനെ പോകാനെത്തിയതാണ് ഇയാൾ. ബാഗേജ് സ്ക്രീൻ ചെയ്തപ്പോഴാണ് വെടിയുണ്ട കണ്ടെത്തിയത്. യാത്രക്കാരനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.